ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഹംദ ഹാഷിം. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയാണ്. എൻ്റെ ചാനലാണ് ഈ ഹംസ് വേൾഡ് എന്നുള്ളത്. ഈ ചാനലിൽ കുക്കിംഗ് ഉണ്ടാകും, കുറച്ച് യാത്രകളുണ്ടാകും, പിന്നെ കുറച്ച് ടിപ്സ്, പിന്നെ കുറച്ച് സംസാരങ്ങളും എല്ലാം കൂടി നമുക്കൊരു അടിപൊളി ചാനലാക്കി മാറ്റാം. പിന്നെ നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സജഷൻസും റെക്കമെൻഡേഷൻസും കമൻറ്റ് ബോക്സിൽ ഇടണം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായി മെയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയെ പരിചയപ്പെടാം. ക്യാരറ്റ് മിൽക്ക് ഷേക്ക്. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് ജ്യൂസും ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിലാണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 മീഡിയം ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, തണുത്ത 1 ഗ്ലാസ് പാല്, പഞ്ചസാര, വാനില എസൻസ്, കസ്കസ്, ഏലക്ക ചതച്ചത്, വാനില ഐസ്ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്ക് ആദ്യമായി വേവിച്ചെടുക്കണം. അതിനായി ഞാനൊരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഷേക്കിന് ജ്യൂസിന് വേവിച്ച ക്യാരറ്റാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഏലക്ക ഒരെണ്ണം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്യാരറ്റ് വേവിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ ക്യാരറ്റ് നന്നായി വെന്തിട്ടുണ്ട്. നന്നായി വെന്തുടഞ്ഞ രീതിയിലാണ് ക്യാരറ്റ് വേവിക്കേണ്ടത്. എന്നാലാണ് അടിച്ചെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ അടിയുകയുള്ളൂ. ഇല്ലെങ്കിൽ തരി കൂടുതൽ ഉണ്ടാകും. ഇതുപോലെ നല്ലതുപോലെ ക്യാരറ്റ് വേവിച്ചെടുക്കണം. വേവിച്ച് വെച്ച ക്യാരറ്റ് ഒന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ഇനി നമ്മളൊരു ജാർ എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ഏകദേശം 1 ക്യാരറ്റോളം, ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ക്യാരറ്റ് ജ്യൂസാണ്. അതിലേക്ക് 1 ക്യാരറ്റാണ് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര 2 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിലർക്ക് മധുരം കൂടുതൽ വേണം, ചിലർക്ക് മധുരം കുറവ് മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കൂട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. ഇപ്പോൾ നല്ലതുപോലെ നമ്മുടെ ക്യാരറ്റും പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തു. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കേണ്ടത്. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വാനില എസൻസ് 2 ഡ്രോപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തണുത്ത
ഹാദിമോനുമാണ്. അപ്പോൾ എൻ്റെ ഹാദിമോനാണ് ക്യാരറ്റ് ജ്യൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. മോനു എങ്ങനെയുണ്ട്? ഹാദിമോൻ ഷേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.